ഇന്നലെ കുവൈറ്റിൽ നടന്ന അപകടത്തിൽ ഏതാണ്ട് 45 പേരാണ് ഇതുവരെ മരിച്ചിരിക്കുന്നത്. ഏതാണ്ട് 11 മലയാളികളുണ്ട്. ഏകദേശം 25 പേര് മലയാളികൾ ഉണ്ടെന്നാണ് സൂചന. ഏതാണ്ട് ഇന്ത്യൻ സമയം 7 മണിക്കായിരുന്നു ഈ അപകടം അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ബഹുനില 6 നിലയുള്ള ഒരു ബഹുനില കെട്ടിടമാണ്, അതായത് പ്രവാസി മലയാളികൾ താമസിക്കുന്ന ഒരു ബഹുനില കെട്ടിടത്തിലാണ് ഈ തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ടുകളിൽ നിന്നുള്ള ഒരു തീപിടുത്തമാണ് ഈ വൻ ദുരന്തത്തിന് കാരണം. അതായത് 7 മണി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സമയം 7 മണി. അവിടെ ആൾക്കാരൊക്കെ ഒരുവിധപ്പെട്ട ആൾക്കാരെല്ലാം നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ മിക്ക ആൾക്കാർ ഈ തീയുടെ ചൂട് അടിച്ച് ഉണരുന്നു, ചിലർ ഈ പുക വന്ന് ശ്വാസം മുട്ടി ഉണരുന്നു. അപ്പോൾ അവരാകെ രക്ഷപ്പെടാൻ വേണ്ടി കിടന്ന് വെപ്രാളം പിടിക്കുകയാണ് എല്ലാവരും കൂടി. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ എങ്ങനെയൊക്കെയോ കുറച്ച് പേരൊക്കെ ചാടുന്ന അവിടുന്ന് ജനൽ വഴിയോ ഒക്കെ പുറത്ത് കുറേ പേർ ചാടി. അവരുടെയൊക്കെ കൈയും കാലുമൊക്കെ ഒടിഞ്ഞ് അവരെല്ലാം തന്നെ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള വിവരം ഇതുവരെ കിട്ടിയിട്ടില്ല എത്ര പേര് ഉണ്ടെന്നുള്ളത്. ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ മലയാളികൾക്ക്, സഹോദരന്മാർക്ക്, ഈ മരിച്ച എല്ലാ സഹോദരന്മാർക്കും ആദരാഞ്ജലി അർപ്പിക്കുന്നു. മാത്രമല്ല, അവരുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ. പിന്നെ ജീവിച്ചിരിക്കുന്ന അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഈ ദുഃഖം താങ്ങാനുള്ള ഒരു കരുത്ത് ഈശ്വരൻ കൊടുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, അവർക്കെല്ലാ സമാധാനവും കൊടുക്കട്ടെ. കാരണം നമുക്കറിയാം, കാരണം ഗൾഫിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് പ്രതീക്ഷകളോടെയാണ് പോകുന്നത്. കാരണം ഗൾഫിൽ പോയി നമുക്ക് ജോലി ചെയ്ത് ശമ്പളം ഉണ്ടാക്കിയിട്ട് നമുക്ക് കുടുംബത്തിൽ ഒരുപാട് വീട് വെക്കണം, വീടില്ലാത്തൊരു വീട് വെക്കണം, വീട് ചെറുതായുള്ളവർക്ക് വീട് വലുതാക്കണം, വസ്തുക്കൾ വാങ്ങിക്കണം, കൂടുതൽ വസ്തുക്കൾ വാങ്ങിക്കണം, കല്യാണം കഴിച്ച് കുടുംബമൊക്കെ ഉള്ളവരാണെങ്കിൽ അവരുടെ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കണം, നല്ല രീതിയിൽ വളർത്തണം, അങ്ങനെ എന്തെല്ലാം പ്രതീക്ഷകളല്ലേ. അങ്ങനെ ഒരു പയ്യനെ ഓണം അടുപ്പിച്ച് കല്യാണം മറ്റോ അതിൻ്റെ കാര്യത്തിന് വരാനിരുന്ന ഒരു സഹോദരനുണ്ടായിരുന്നു ഈ കൂട്ടത്തിൽ. അപ്പോൾ നമുക്കറിയാം, കാനഡയിലോ അമേരിക്കയിലോ ഒന്നും പോകുന്ന കൂട്ടല്ല ഗൾഫിലേക്ക് പോകുക എന്ന് പറയുന്നത്. കാനഡയിൽ അമേരിക്കയിലൊക്കെ ചെന്നാൽ അവർ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് അവിടെ ജോലി ചെയ്യുമ്പം നല്ല ഒരുവിധ ശമ്പളമാണ്. ഗൾഫിലെ കൂട്ടല്ല, അവിടെ ഉയർന്ന ജീവിത നിലവാരമാണ് യൂറോപ്യൻ രാജ്യങ്ങളിലുള്ളത്. എല്ലാവർക്കും ഒന്നും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല. അപ്പം ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഒരുവിധപ്പെട്ടവർക്കൊക്കെ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റും. അതുകൊണ്ടാണ് മിക്ക ആൾക്കാരും ഗൾഫിലേക്ക് ചേക്കേറുന്നത്. കാരണം അവർക്ക് ഒരുപാട് ബാധ്യതകൾ തീർക്കാം. പോയിട്ട് നമ്മൾ കുറച്ച് നാൾ നിന്ന് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ട് നമുക്ക് നാട്ടിൽ സ്വസ്ഥമായിട്ട് നിൽക്കാം എന്നൊക്കെ പറഞ്ഞായിരിക്കും മിക്ക ആൾക്കാരും ഗൾഫിലേക്ക് പോവുക. അപ്പം അവിടെ എത്ര വർഷം ജോലി ചെയ്താലും അവർക്ക് അവിടെ ഒരു പൗരത്വം പോലും കിട്ടുന്നില്ല. മിക്ക ആൾക്കാരും കുടുംബവും ഭാര്യയും മക്കളെയും അച്ഛനെയും അമ്മയൊക്കെ നാട്ടിൽ ഉപേക്ഷിച്ചിട്ടാണ് അവർ വർഷങ്ങളോളം അവിടെ കിടന്ന് ജോലി ചെയ്യുന്നത്. മിക്ക ആൾക്കാർക്കും കുടുംബത്തെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പോലും സാധിക്കുന്നില്ല. കാരണം അവർക്ക് അത്രമാത്രമുള്ള വരുമാനമേ ഉള്ളൂ. രാപകൽ ജോലി ചെയ്തിട്ട് മിക്ക ആൾക്കാരും ലേബർ ക്യാമ്പുകളിലും മറ്റുമാണ് അന്തി ഉറങ്ങുന്നത്. അവർ ജോലി ചെയ്യുന്നത് മിച്ചം പിടിച്ചിട്ട് വീട്ടിലേക്ക് അയക്കുകയാണ്. വീട്ടിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അവരവിടെ വയറ് ചുരുക്കുന്നു. ഇഷ്ടത്തിനുള്ള നല്ല ആഹാരങ്ങൾ അവർ കഴിക്കുന്നില്ല. ആ പൈസയും കൂടി മെച്ചം പിടിക്കുകയാണ് എങ്ങനെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. വീട്ടുകാരെ കാണാതെ വല്ലപ്പോഴൊക്കെ മിക്കവാറും ഒരു ഫോൺ വിളിച്ച് അവരോട് സംസാരിക്കാൻ പോലുള്ള സമയം അവർക്ക് കിട്ടുന്നില്ല. അപ്പോഴും അവർക്ക് തിരക്കായിരിക്കും, ജോലി തിരക്കായിരിക്കും. ഫോൺ വിളിയിൽ കൂടിയായിരിക്കും സ്വന്തം ഭാര്യയുടെയോ കുഞ്ഞുങ്ങളുടെയോ അച്ഛൻ്റെ അമ്മയുടെയോ ഒക്കെ സൗണ്ട് അവർ കേൾക്കുന്നത്. അങ്ങനെ എത്രയോ വർഷങ്ങൾ, 2 വർഷം കൂടുമ്പോൾ ചിലപ്പോൾ കുറച്ച് ദിവസം ലീവ് കിട്ടി അവർ നാട്ടിലേക്ക് വരുന്നു, വീണ്ടും തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോകുന്നു. അവർക്ക് ഈ ബാധ്യതകൾ ഒഴിഞ്ഞിട്ട് നാട്ടിൽ വന്ന് സ്വസ്ഥമായിട്ടൊന്നും നിൽക്കാൻ സാധിക്കുന്നില്ല. ജീവിതത്തിൻ്റെ 2 വശവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി അവരവിടെ കിടന്ന് പാടുപെടുകയാണ്. നാട്ടിലാണെങ്കിൽ കുറേ ആൾക്കാർ വിചാരിക്കുമോ എൻ്റെ ആൾക്കാരൊക്കെ ഗൾഫിലാണ് എന്നും പറഞ്ഞ് കുറേ ആൾക്കാർ വലിയ ഗമയിലൊക്കെ ചിലവരൊക്കെ നടക്കാറുണ്ട്. പക്ഷെ അല്ല, മിക്ക ആൾക്കാർക്കും അവിടെ കഷ്ടപ്പാടുകളൊക്കെ തന്നെയാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ 2 അറ്റവും ഇങ്ങനെ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ഈ ദുരന്തത്തിൽ അവസാന നിമിഷത്തിൽ സ്വന്തം വീട്ടുകാരെ, സ്വന്തം മിത്രങ്ങളെ ഒരു നോക്ക് കാണാതെ, അവരോട് ഞാൻ പോവുകയാണെന്ന് ഒരു വാക്കുപോലും പറയാൻ സാധിക്കാതെ അല്ലേ ജീവിതം ഉപേക്ഷിച്ച് പോയ നമ്മുടെ ആ സഹോദരന്മാർക്ക് എല്ലാവിധ ആദരാഞ്ജലികളും അർപ്പിക്കുന്നു. അവരുടെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ. കുടുംബാംഗങ്ങൾക്ക് ഇതെല്ലാം സഹിച്ച് അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആ ഒരു കരുത്ത് ഈശ്വരൻ കൊടുക്കട്ടെ. അവരുടെ ദുഃഖത്തിൽ നമുക്കും പങ്കുചേരാം. ഈശ്വരനോട് നമുക്ക് പ്രാർത്ഥിക്കാം, അവരുടെക്ക് ഇത്രമാത്രം ഈ ദുഃഖങ്ങളെല്ലാം താങ്ങാനുള്ള ഒരു കരുത്ത് ആ മാതാപിതാക്കൾക്കും എല്ലാവർക്കും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.